മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യവസായിയാണ് എം.എ. യൂസഫ് അലി. 1995 അബുദാബി കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ ഒരു ചെറിയ സംരംഭം. അതാണ് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ലുലു ഗ്രൂപ്പ്. ഇന്ന് ഏഷ്യയിലെ മുൻനിര റീറ്റെയിൽ വ്യാപാര ഗ്രൂപ്പാണ് ലുലു. ഇക്കഴിഞ്ഞ ദിവസമാണ് ലുലു തങ്ങളുടെ ഏറ്റവും പുതിയ മാൾ കോട്ടയം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ലുലുവിന്റെ 5ാമത്തെ മാളാണിത്. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ ഉൾപ്പെടെ വന്നിരുന്നു. ചടങ്ങിലെത്തിയ സന്തോഷ് ജോർജ് കുളങ്ങര ലുലു ഗ്രൂപ്പിന്റെ ബിസിനസ് ടെക്നിക്സിനെ കുറിച്ച് തുറന്നു പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ശ്രദ്ധ നേടുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് തുറന്നു പറയുന്നത്. ഞാൻ ഒരു ചെറിയ രഹസ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ യൂസഫ് അലി സാർ എങ്ങനെയാണ് ലുലു എന്ന് പറയുന്ന വലിയ ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിച്ചത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ടെക്നിക്? ഇക്കാര്യങ്ങൾ അറിയാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്കുണ്ടായ ചെറിയ അനുഭവം പറയാം. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി നേരിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ സ്ഥലത്ത് വെച്ചാണ്. എങ്ങനെയാണ് അബുദാബിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് യൂസഫ് അലി സാർ അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റിൽ വിവരങ്ങൾ കിട്ടുന്നു എന്നത് എനിക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ IT സെൽ ഉൾപ്പെടെ എനിക്ക് കാണിച്ചു തന്നു. അന്ന് അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ഇവിടെ വെച്ച് അധിക നേരം സംസാരിക്കാൻ സമയമില്ല, ഞാൻ ഷാർജയിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് വിമാനത്തിൽ ഒന്നിച്ചിരിക്കാം. പ്രൈവറ്റ് ജെറ്റിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, ഏത് യാത്രയ്ക്ക് മുൻപും നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്. അദ്ദേഹം പരമകാരുണ്യകനുമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ വിമാനത്തിൽ അദ്ദേഹം എനിക്ക് വേണ്ടി കഴിക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്നാന്തരം പഴംപൊരി, വട, കൊഴുക്കട്ട, ഇലയട. ഇത് നിങ്ങൾ വിശ്വസിക്കില്ല. എം.എ. യൂസഫ് അലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിൻ്റെ വലിപ്പവും ഒക്കെ വെച്ച് ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യന് എന്താണ് കഴിക്കാൻ താല്പര്യം എന്ന് അറിഞ്ഞ് വിമാനത്തിൽ ആ ഭക്ഷണം ഒരുക്കി വയ്ക്കാൻ, ആ കരുതലോടെ പരിചരിക്കാൻ, ആ കരുതലോടെ വിളമ്പിത്തരാൻ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ, ഓരോ ചെറിയ കാര്യത്തിനും ഓരോ വ്യക്തിയുടെ കാര്യത്തിലും അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും, അത് രാഷ്ട്രത്തലവന്മാരിലേക്ക് എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. സംരംഭങ്ങൾ നടത്തുന്നവർ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചെടുക്കേണ്ട കാര്യം ഇതാണ്. സംരംഭങ്ങൾ നടത്തുന്നവർ മാത്രമല്ല, ഓരോ മനുഷ്യനും ചുറ്റുമുള്ള മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറണം. അവരുടെയൊക്കെ ജീവിതത്തിൽ സജീവമായി സാന്നിധ്യമാകണം. അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രകാശമെങ്കിലും ഞാൻ കാരണം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും യൂസഫ് അലി സാറിനെ പാഠമാക്കാം. അദ്ദേഹത്തിനുള്ളതുപോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ ആയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ആ നന്മയുടെ ഒരു ചെറിയ കണിക നമ്മുടെ മനസ്സിലും കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നമ്മളൊക്കെ വിജയിച്ചു. ചുറ്റുമുള്ളവരെ നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കുക, ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തുക, സഹായിക്കുക. അത് തന്നെയാണ് യൂസഫ് അലി സാർ എല്ലാവരോടും ചെയ്യുന്നതും അദ്ദേഹത്തിനുണ്ടാകുന്ന വിജയത്തിൻ്റെയും കാര്യം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ലുലു ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ എം.എ. യൂസഫ് അലി പറഞ്ഞ ചില വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമാവുകയാണ്. കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ നിയമവിരുദ്ധമായി നിങ്ങൾ പണം സമ്പാദിക്കരുത്. സർക്കാരിനെയോ കസ്റ്റമറിനെയോ കമ്പനിയോ പറ്റിച്ച് പണം ഉണ്ടാക്കരുത്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് താൻ തൻ്റെ ജീവനക്കാരോട് പറയാറുള്ളത് എന്നും എം.എ. യൂസഫ് അലി പറഞ്ഞു. 2000 പേർ കോട്ടയം മാളിൽ നേരിട്ടും പരോക്ഷമായും ജോലി ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 23,000-ൽ ഏറെ പേർ ഇന്ത്യയിൽ ലുലു ഗ്രൂപ്പിനായി ജോലി ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലൂടെ ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കോട്ടയത്ത് അതായിരിക്കും ഞങ്ങളുടെ മുഖമുദ്ര എന്നും യൂസഫ് അലി പറഞ്ഞിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കുന്ന ഈ സംരംഭം പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല. പണം സമ്പാദിക്കാൻ വേറെയും മാർഗങ്ങളുണ്ട്. ഇത് കോട്ടയത്തിന് വേണ്ടിയുള്ള ലുലു ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് സമ്മാനമാണ്. കേരളത്തെ വളർത്താൻ രാഷ്ട്രീയക്കാർ, മാധ്യമങ്ങൾ, ബിസിനസ്സുകാർ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. യൂട്യൂബർമാർ പലതും നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മളെ ആട്ടിപ്പായിക്കാൻ ചില വ്ലോഗർമാർ ഉണ്ട്. അവരെ വിശ്വസിക്കാനും ചിലരുണ്ട്. അവരാരും ഈ നാടിനു വേണ്ടി ഒരു സംഭാവനയും ചെയ്യാതെ നാട്ടിലെ പലതും നശിപ്പിക്കാനാണ് നിലനിൽക്കുന്നത് എന്നും യൂസഫ് അലി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.